നമ്മളിന്നൊരു തലക്കറി ഉണ്ടാക്കാൻ പോവാണ്. സാൽമൺ ഫിഷിൻ്റെ തലക്കറി. ഓക്കെ, സാൽമൺ ഫിഷിൻ്റെ അത് തല കുടംപുളി ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ സാൽമൺ ഫിഷിൻ്റെ ഹെഡ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി പേസ്റ്റ് ആക്കിയത്, കുടംപുളി, അതുപോലെ കറിവേപ്പില. ഇത്രയും സാധനമാണ് നമ്മൾ ഇതിനാവശ്യമുള്ളത്. കറിവേപ്പില നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി നമ്മൾ ഓൾറെഡി അത് വെള്ളത്തിലിട്ട് മെൽറ്റാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കത് കുക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ചട്ടി നമ്മൾ ഓൾറെഡി ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ ഉടനെ നമ്മൾ കടുക് ഇട്ടു. കടുക് ആദ്യം തന്നെ നമ്മൾ കടുക് ഇട്ട് പൊടിച്ചിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ കടുക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഗാർലിക് വെളുത്തുള്ളി പേസ്റ്റ്. അത് പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അധികം ഓവറായിട്ട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മുളക് പൊടി ഒരു 2-2.25 ടീസ്പൂണ് ആവശ്യത്തിന് ഇടാം. എരി കൂടുതൽ വേണ്ടിയവർക്ക് അല്പം കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഉലുവ പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഉലുവ പൊടിച്ചതല്ല, അത് ശരിക്കും ഉലുവ അങ്ങനെ തന്നെയുള്ള ഉലുവ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. ഒരു ടേബിൾ സ്പൂൺ. നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ വെളിച്ചെണ്ണയുടെയും ഒക്കെ ഒരു മണം ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ലതായിട്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അത് വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നത് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ് യൂസ് ചെയ്യുന്നത്, പച്ചവെള്ളമല്ല. തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഓൾറെഡി നമ്മൾ ഫ്ലാസ്കിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കുടംപുളി അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം. അത് ഓരോരുത്തരുടെയും മീനിൻ്റെ അളവനുസരിച്ച് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ്. മീൻ മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ ഗ്രേവി ഉണ്ടായിരിക്കണം. എന്നാലേ മീൻ നല്ലതായിട്ട് പിടിച്ച് വെന്ത് വരത്തുള്ളൂ. ഇനി അല്പസമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഫിഷ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത് ഗ്രേവി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ നമ്മളതിനെ ഒന്ന് മുക്കി നല്ല ക്ലിയറായിട്ട് വെച്ച് കൊടുക്കണം. മീൻ നന്നായി ഒന്ന് തിളച്ച ശേഷം നമ്മളൊരു അരമണിക്കൂർ അടച്ചു വെച്ച് നന്നായി വേവിച്ച് മീൻ പറ്റിയ ശേഷം തുറന്ന് നോക്കുക. സാൽമൺ ഫിഷിൻ്റെ തലക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ്